ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഞണ്ട് കറിയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഞണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളുള്ളത് ഉമ്മൻ്റെ നാട്ടിലാണ്. ഇവിടെ പുഴ അടുത്താണ് കേട്ടോ. അപ്പം നല്ല പുഴ ഞണ്ടാണ് നമ്മൾ വാങ്ങിക്കൊണ്ടു വന്നിട്ടുള്ളത്. അപ്പോൾ ദാ നമ്മളൊരു അലൂമിനിയത്തിൻ്റെ ചീനച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്നത് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഉള്ളി ഇട്ടിട്ടുണ്ട്, അതുപോലെ പച്ചമുളക്, വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, ഇഞ്ചി ചേർത്തിട്ടുണ്ടമ്മ. ഇഞ്ചിയും നമ്മൾ ഇതിലിട്ടിട്ടുണ്ട്, അതുപോലെ തക്കാളി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല റോസ്റ്റായിട്ട് വരണം. ഇതൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും. കടിക്കാനായിട്ട് പാടില്ല കറിയിൽ. അപ്പം ഉപ്പ് ചേർത്തിട്ടുണ്ടോ ഇതിൽ? കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നമ്മളിത് അടച്ച് വെക്കുകയാണ്. ഇത് വെന്ത് സെറ്റായതിന് ശേഷം നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ചേർക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഞണ്ട്. ഈ ഒരു സമയം കൊണ്ട് ഉമ്മ അവിടെ ഞണ്ട് ക്ലീൻ ആക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഞണ്ട് ക്ലീൻ ആക്കുക എന്നുള്ളത് ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്ത് ഉമ്മ കാണിച്ചു തരും അല്ലേ. അപ്പോൾ ഞണ്ട് ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വലിയ കാലുകളുണ്ടാവും. അതിൻ്റെ ഏറ്റവും അറ്റം വെച്ചിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കളയും. പിന്നെ നമ്മൾ ഇതുപോലെ അതിൻ്റെ മുകളിലെ തൊലി എടുക്കും. ഈ കണ്ടോ, ഈ മഞ്ഞ ഇത് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പഞ്ഞി എന്ന് പറയും. ചിലർ പൊന്ന് എന്നാണ് പറയുക, ചില ആളുകൾ, ചില നാട്ടിൽ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു സാധനത്തിന് എന്താണ് പറയുക എന്നുള്ളത് കമൻ്റായിട്ട് അറിയാം. അപ്പോൾ അതിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ഉരിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ ഈ ഒരു ഞണ്ട് ഉരിച്ചെടുക്കാനായിട്ട്. നമ്മൾ ഈ ഒരു ഞണ്ട് ഈ പഞ്ഞി, ഇതിനകത്തുള്ള പഞ്ഞി നമ്മൾ എടുക്കുന്നതാണ്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ആ ഒരു സാധനം നമ്മൾ ക്ലീൻ ചെയ്യണം. ചില ആളുകൾ പറയാറുണ്ട് അത് കഴിച്ചാൽ ഭ്രാന്തിളകും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് പണ്ടുള്ളവർ. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് അറിയില്ല. ആ ഒരു സാധനമില്ലേ, ഒരു പറിച്ചു മാറ്റിയ ആ ഐറ്റം കഴിച്ചാൽ പൂവ്. അപ്പോൾ ആ പതിരും അല്ലെങ്കിൽ പൊന്നും നമ്മൾ എടുത്തിട്ടുണ്ട്. അത് കറിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്ന സാധനമാണ്. പിന്നെ ഞാൻ പറയാനായിട്ട് വന്നിട്ടുള്ള കാര്യം എന്താ വെച്ചെന്നറിയോ, ഈ ഞണ്ട് നമ്മൾ ആദ്യമേ ഉരിച്ച് വെക്കരുത്. മസാല പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഇത് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇതിനകത്തുള്ള വെള്ളം വാർന്നു പോയി കഴിഞ്ഞാൽ ഈ ഒരു മീറ്റ് നമുക്ക് തീരെ കിട്ടൂല എന്നുള്ളതാണ് കേട്ടോ. ഇതിലെല്ലാത്തിലും ഈ ഒരു പൊന്നുണ്ട്. ആ നാരിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പണ്ടുള്ളവർ വെറുതെ പറയുന്നതായിരിക്കും, എന്താണെന്നറിയില്ല. അപ്പം ഇവിടെ ക്ലീൻ ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാല എന്തായിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗരം മസാല ആണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തീ ഒന്ന് സ്ലോ ആക്കി വെക്കണം. ഓവർ തീ കൊടുത്തു കഴിഞ്ഞാൽ അലൂമിനിയം ചട്ടിയാണ്, അടിയിൽ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ മഞ്ഞളും ഗരം മസാലയും മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് മല്ലിപ്പൊടിയാണ്. അപ്പം ഞണ്ട് മസാലക്കറി വെക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടത് മല്ലി തന്നെയാണ്. അപ്പോൾ 1.5 സ്പൂണ് മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമാണ്, കറിൻ്റെ തിക്നെസ് കുറവാണെങ്കിൽ പിന്നെ നോക്കിയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്ത് വിട്ട് ഒരു 1/2 സ്പൂണ് മുളക് പൊടി കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓവറായിട്ട് മുളക് പൊടി ചേർക്കുന്നില്ല. പിന്നെ അധികമായിട്ട് വരുന്നത് നമ്മുടെ പച്ചമുളകിൻ്റെ എരിവ് തന്നെയാണ്. നമ്മൾ ചീരാമുളകാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു ഞണ്ട് കറിക്ക്. അപ്പം ഇതായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. മസാലേൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് നമുക്ക് വെള്ളം ചേർത്തിട്ട് തിളയ്ക്കാനായിട്ട് വിടാം. ഇപ്പം നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിക്കാനായിട്ട് പോവുകയാണ്. ഒഴിച്ചോളൂ. ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്.
പിന്നെ ഞണ്ട് വേവുന്ന സമയത്ത് അതിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങാനായിട്ടുണ്ടാവും. അപ്പം അതങ്ങനെ വെന്തിരുന്നാൽ മതി. അപ്പോൾ ഇത്ര വെള്ളമാണ് കേട്ടോ ഒഴിച്ചത്. ഇത് നന്നായിട്ട് തിളയ്ക്കണം. നന്നായിട്ട് തിളച്ച് ആ തക്കാളിയും ഉള്ളിയും ഒക്കെ വെന്ത് കഴിഞ്ഞാലാണ് നമ്മൾ ഈ ഞണ്ട് ചേർത്തിട്ട് വേവാനായിട്ട് വെക്കുന്നത്. അപ്പോൾ ഇതൊന്ന് തിളച്ചോട്ടെ. അപ്പോൾ ഗൈസ്, നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞണ്ട് മൊത്തം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറിയിലോട്ട് ഞണ്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം വെള്ളം ഇല്ലാത്തത് കണ്ടിട്ട് ഒന്നും കരുതണ്ട. ഈ ഞണ്ടിൽ നിന്നും നല്ല രീതിയിൽ തന്നെ വെള്ളം ഇറങ്ങുന്നതാണ്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വിട്ടിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇതാ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും. അപ്പോൾ അത് നന്നായിട്ട് വറ്റി വന്നതിന് ശേഷം മാത്രമായിരിക്കും നമ്മളിത് ഇറക്കി വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ നോക്കി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മൂടി വെച്ച് നമുക്കിത് വെറ്റിച്ചെടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഞണ്ട് കറി ഇവിടെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഓവറായിട്ട് നമ്മൾ വറ്റിക്കുന്നില്ല. അടുപ്പ് ഓഫ് ചെയ്യുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോറിനാണ് കറി വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ പിന്നെ ചൂടാക്കുന്നതിനനുസരിച്ച് ഇത് കുറുകി വരും. അതുകൊണ്ട് നമ്മളിപ്പം ഗ്രേവി ആവശ്യമായിട്ടുള്ളതുകൊണ്ട് എന്ത് ചെയ്യുക, ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ പ്രിപ്പറേഷൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അപ്പോൾ ഇതാ ഫ്രണ്ട്സ്, നമ്മൾ ചോറ് കഴിക്കാനായിട്ട് പോവാണ്. നല്ല തൂവെള്ള ചോറുണ്ട്. പിന്നെ ഇതാ ഞണ്ട് കറി ഉണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ കിഴങ്ങ് കറിയാണ്, രാവിലെ വെച്ചിട്ടുണ്ടായിരുന്ന കിഴങ്ങ് കറിയാണ്. അപ്പോൾ ഈ ഞണ്ട് കറി കൂട്ടി നമ്മൾ ചോറ് കഴിക്കാനായിട്ട് പോവാണ്. ഞണ്ട് കറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറി കിട്ടാനായിട്ട് കുറച്ച് പടിയാണ്. കാരണം ഞണ്ടിങ്ങനെ പൊങ്ങി നിൽക്കുന്ന സമയത്ത്. അപ്പോൾ അതാ ചോറിലേക്ക് ഞണ്ട് കറി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് കൂട്ടി അടിക്കാം. താങ്ക് യു.